ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല ബംഗ്ലാദേശ് സർക്കാർ സമ്മതിച്ചു, മുഹമ്മദ് യൂനിസ് സമ്മതിച്ചു, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. എനിക്ക് അതിലൊക്കെ അത്ഭുതം തോന്നിയത് CPM അതിൽ അപലപിച്ചു. എന്നിട്ടും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും വിട്ടിട്ടില്ല. അതും ഞാൻ വിട്ടു. എൻ്റെ ഒരു സംശയം, കേരളത്തിൽ നമ്മളൊക്കെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കേരളത്തിലെ ഒരൊറ്റ ഹിന്ദു സംഘടന NSS, SNDP, വിശ്വകർമ്മ സഭ, KPMS ഇവരൊക്കെ ഹിന്ദു സംഘടനകളാണെന്നാണ് പറയുന്നത്. അവരാരും വേണ്ടിയിട്ടില്ല. BJPയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പോലും കാര്യമായ ഒരു പ്രചാരണമോ പ്രതിഷേധമോ ഒന്നും കാണുന്നില്ല. ഹിന്ദു ഐക്യവേദി വലിയ പ്രതിഷേധ മാർച്ചും യോഗമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അത് എപ്പോഴും സംഭവിക്കുന്ന പോലെ മുഖ്യധാര മാധ്യമങ്ങൾ അത് തമസ്കരിക്കുകയാണ് ചെയ്തത്. ജന്മഭൂമി പതിവ് പോലെ ജന്മഭൂമി അത് കവർ ചെയ്തു. അതൊരു 3-4 ദിവസം മുമ്പാണ്. അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സിംബോളിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ബംഗ്ലാദേശ് ഹിന്ദുക്കളെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡൽഹിയിലൊരു പടുകൂറ്റൻ പ്രകടനം നടന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ ഒരു സപ്പോർട്ടായിരിക്കും. ഗവൺമെൻറ് സപ്പോർട്ട് വരുമ്പോൾ ഈ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഗവൺമെൻറ്റിനും ആവശ്യമാണ് ഒരു ആക്ഷൻ എടുക്കാൻ. ദേ ഫീൽ കോൺഫിഡൻറ്റ്, ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടാവണം. മാത്രമല്ല അതുണ്ടായില്ല. ഞാൻ നോക്കുമ്പോഴേ 1971 ഇപ്പോഴത്തെ അവസ്ഥ. 2024 1971 ഇന്ത്യ പാകിസ്ഥാനിൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇടപെട്ടു, പട്ടാളത്തെ അയച്ചു, മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കിയായിരുന്നു. എന്നുവെച്ചാൽ അവരിങ്ങോട്ട് കയറി വന്നതല്ല, നമ്മളങ്ങോട്ട് കയറി ചെന്നതാണ്. ആ യുദ്ധത്തിൽ ഉണ്ടായ ആദ്യം ഇറങ്ങിയ ഈ പൈനിയർ കോർ എന്ന് പറയും, അതിലെ ഒരു പട്ടാളക്കാരൻ ഈ നാറ്റ് വിമാനത്തിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി ബംഗ്ലാദേശിൽ ചാടിയ ആദ്യത്തെ 7 പേരോ 7 ചെറിയ വിമാനങ്ങളോ മറ്റുമായിരുന്നു. ഒരു വിമാനത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ആദ്യമായിട്ട് ചാടിയ ആൾ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്, മോഹൻദാസെ ആദ്യം മെക്കിട്ട് കയറിയതിൽ ഒരുത്തനാണ് ഞാനാണ്. അങ്ങനെ മെക്കിട്ട് കയറിയാണ് നമ്മൾ ചെയ്തത്. ഇന്നിപ്പോൾ മെക്കിട്ട് കയറാൻ അത് പഴയ പോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബംഗ്ലാദേശിൽ സംഭവിച്ചൊരു സാധാരണ കാര്യമൊന്നുമല്ല. ഈ മുഹമ്മദ് യൂനിസ് ഒരു ചെറിയ മീനുമല്ല. അതെ അതെ. മുഹമ്മദ് യൂനിസ് പാരീസിലായിരുന്നു താമസം. അങ്ങനെ സ്ട്രോങ് ഡീപ് സ്റ്റേറ്റ് ലിങ്ക്സ് ഉള്ള ആളാണ്. പുള്ളിക്ക് നോബൽ സമ്മാനം കിട്ടിയത് ചിട്ടിക്കമ്പനി നടത്തിയതിനാണ്. SH ഗ്രൂപ്പുകളുണ്ടാക്കി. ഈ നമ്മളുടെ ഇതുണ്ടല്ലോ മൈക്രോ ഫിനാൻസ്, സ്വാശ്രയ സംഘങ്ങൾ. മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുക്കണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു പക്ഷേ 2 നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരും. അതെ അതെ അതെ. അത്ര വലിയ മൈക്രോ ഫിനാൻസ് ആണ്. പക്ഷേ യൂനിസിൻ്റെ സാധനം കോപ്പി അടിച്ചതാണ്. അതിനൊക്കെ മുമ്പ് തന്നെ കേരളത്തിൽ സഹകരണ സംഘവും സംഗതിയൊക്കെ ഉണ്ട്. ബംഗ്ലാദേശിൽ ഇയാൾ ഉണ്ട പുഴുങ്ങി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ 84 വയസ്സുള്ള യൂനിസിനുള്ളൂ. ഇങ്ങേരി ബുദ്ധിയൊക്കെ ആയിട്ട് ബംഗ്ലാദേശിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗ്രാമത്തിൽ സഹകരണ സംഘം നമ്പർ 906 ഉണ്ട്, സഹകരണ സംഘം നമ്പർ 275 ഉണ്ട്. 2 സംഘത്തിലും എൻ്റെ അച്ഛൻ മെമ്പറായിരുന്നു. അത്യാവശ്യം കാർഷിക വായ്പ എടുക്കുക, ഇതൊക്കെ തന്നെ അല്ലേ. അതല്ലാതെ വേറൊരു കാര്യം സാധനം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, കെട്ടുതെങ്ങ് സംഘം. നമ്മുടെ വീട്ടിൽ തെങ്ങുകൾ കൊടുക്കും, നമുക്ക് പൈസ തരും, തേങ്ങയിട്ടുകൊണ്ട് പോകും. തെങ്ങിന്ന് അവർ തേങ്ങയിട്ടുകൊണ്ട് പോകും. അപ്പം മന്നത്ത് പത്മനാഭൻ NSS കെട്ടിപ്പോക്കിയത് എങ്ങനെ? NSSൻ്റെ സ്കൂള് കോളേജൊക്കെ ഈ കെട്ടുതെങ്ങ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. കാശായിട്ട് തരാനില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 3 തെങ്ങ് NSSന് വേണ്ടി റിസർവ് ചെയ്തു. ആ തെങ്ങിലെ വരുമാനം അവിടുത്തെ NSS കരയോഗക്കാർ കൊണ്ടുപോകും. അങ്ങനെ ഒരു പിടിയരി ഡെയിലി മാറ്റി വയ്ക്കുക. ആ അരി വിറ്റിട്ട് ആ കാശ് NSSൻ്റെ കോളേജ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് അതും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം, ബിസിനസ്സുകാരൻ്റെ നോബൽ സമ്മാനം, ബാങ്ക് നടത്തിയതിനുമല്ല നോബൽ സമ്മാനം, ഫോർഡ് ഫൗണ്ടേഷൻ്റെ കാശ്. അപ്പോൾ ഈ ഇതിനാണ് കൊടുത്ത്. അത് കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു പർപ്പസുണ്ട്. അവർ വളർത്തിക്കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ അയാളുടെ അജണ്ട നടപ്പിലായി.
പിന്നെ ഈ പറയുന്നതൊക്കെ ഭംഗിവാക്കാണ്. ഞാൻ വെച്ചാൽ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുക, ഇതൊക്കെ വെറുതെ പറയും. യുണൈറ്റഡ് നേഷൻസും ഒക്കെ പറയും. കാരണം ഇത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഇത് പറയുന്നത്. കാശ്മീരിലെ ഹിന്ദുക്കളെ പറ്റി പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയാണ്. കാരണം ഈ സിറ്റുവേഷൻ ഈസ് സിമിലർ ടു ഗസ. അപ്പോൾ ഓൾ ഐസ് ഓൺ ഗസ എന്ന് പറഞ്ഞവർ ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശ് എന്ന് പറയാത്തതെന്താ? അതുകൊണ്ട് ഹിന്ദു എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് മൈനോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ CPM-ന്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഹിന്ദു പറഞ്ഞു, CPM-ന്റെ സ്റ്റേറ്റിൽ ഹിന്ദു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ, മിക്കവാറും അത് ഇദ്ദേഹമായിരിക്കും, നമ്മളുടെ ബേബി, MA ബേബി, PB മെമ്പറാണ്. MA ബേബി PB മെമ്പറുമാണ്, CC മെമ്പറുമാണ്. പാർട്ടിയുടെ വിദേശ നയങ്ങൾ അനൗൺസ് ചെയ്യുന്ന ആളുമാണ്. വിദേശകാര്യമന്ത്രിയാണ് പാർട്ടിയുടെ. അപ്പോൾ ഏതായാലും MA ബേബി ആയിരിക്കും എന്നുള്ളൊരു ധ്വനി ആ വാർത്തയുടെ ഏറ്റവും അടിയിൽ വെച്ചാൽ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു CC മെമ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവസാനം സെപ്പറേറ്റ് പാരഗ്രാഫ് ഇതുമായിട്ട് ബന്ധമില്ലാതെ MA ബേബിയാണ് പാർട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്കറിയാം ബേബിയാണ്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ കേരളത്തിലും ബംഗാളിലും കോർ വോട്ടർമാർ എന്ന് നമ്മൾ വിചാരിച്ച സെക്യുലർ ഹിന്ദുക്കൾ BJPക്ക് വ്യാപകമായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇനി ഹിന്ദുവിനെ അവഗണിക്കാൻ സാധ്യമല്ല. നമ്മളിവരെ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നു, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. സെക്യുലർ ഹിന്ദുവാണ് അവൻ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വീട് പണി ചെയ്തോളും, ഞങ്ങളും കൂടെ ചെയ്യും, ഇസ്ലാം പ്രീതിപ്പെടും, ഇവൻ ഓൾറെഡി പോക്കറ്റിലുണ്ട്. അപ്പോൾ സെക്യുലർ ഹിന്ദു പ്ലസ് റാഡിക്കൽ ഇസ്ലാം ഇത് വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്നായിരുന്നു. നടന്നില്ല. ഇത്തവണ അവർ പഴയ 2019 ശബരിമലയുടെ ഒരു വേവാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തവണ എന്തായിരുന്നു, ഒരു വേവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് തകർന്നടിഞ്ഞു? വോട്ട് കണ്ടമാനം കുറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തോറ്റതോ പോറ്റോ, വോട്ട് ശതമാനം കുറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായ സെക്യുലർ ഹിന്ദു എന്ന് പാർട്ടി വിചാരിച്ച ആളുകൾ അത്ര സെക്യുലർ അല്ല എന്ന് മനസ്സിലായി. മുസ്ലിം പ്രീണനം ഇതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. സോഴ്സ് വെളിപ്പെടുത്താതെ, പേര് പറയാതെ CC മെമ്പർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന കാര്യങ്ങളാണ്. വെറും അവിടെ ഇവിടെ പറഞ്ഞു കേട്ടതല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ്. ഇതാണ് കാരണം. ഈ കോർ ഹിന്ദു വോട്ടേഴ്സിൻ്റെ നഷ്ടമാണ് ബംഗാളിൽ പാർട്ടിയെ വട്ടപൂജ്യമാക്കിയതും കേരളത്തിലും വട്ടപൂജ്യം ആക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന വിലയിരുത്തലാണ്. ഇനി ഇത് വെച്ച് ഉറപ്പിക്കാനാവില്ല. അതുകൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഹിന്ദു എന്നുള്ള വാക്ക് CPM ഉപയോഗിച്ചു. അവരെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചു. മറ്റേ ചീത്ത പറയാൻ ഒരുപാട് ഉപയോഗിച്ചു. ഹിന്ദു എന്ന് പറയാൻ ഇത്രയും വൃത്തികെട്ട സംഗതിയില്ല. വാസ്തവത്തിൽ കേരളത്തിൽ തന്നെ നോക്കും, മീഡിയയിലൊക്കെ ഹിന്ദു എന്നുള്ള വാക്ക് ഒരു ഇൻഫ്രാഡിഗാണ്, ഒരു കുറച്ചിലാണ് ഹിന്ദു എന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു എന്ന് പേര് വരുന്നിടത്ത് അവർ വേറെ എന്തെങ്കിലും ചെയ്യും, മറ്റെന്തെങ്കിലും ഉപയോഗിക്കും. കോടതികളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, നോൺ മൈനോറിറ്റി എന്ന് പറയും. മെജോറിറ്റി എന്ന് പോലും പറയില്ല. കാരണം മെജോറിറ്റി എന്ന് പറയുമ്പോൾ അവൻ അപ്പം മെജോറിറ്റി ആണല്ലോ, മെജോറിറ്റിയാണ്. അപ്പോൾ മെജോറിറ്റിയുടെ അഭിപ്രായം അനുസരിച്ചല്ലേ പോകേണ്ടത്. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് മനസ്സിൽ തോന്നും. അത് വരാതിരിക്കാൻ വേണ്ടി മെജോറിറ്റി എന്നുള്ള വാക്ക് കോടതിയിൽ പോലും ഉപയോഗിക്കില്ല, നോൺ മൈനോറിറ്റി എന്ന്. അതൊരു പുതിയ ഇൻഫർമേഷൻ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. യു കോൺടാക്ട് എനി അഡ്വക്കേറ്റ്, യു ടേക്ക് എനി ജഡ്ജ്മെൻറ്റ്. ന്യൂനപക്ഷ അവകാശങ്ങളെ ചൊല്ലിയുള്ള ജഡ്ജ്മെൻറ്റുകളുണ്ടല്ലോ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആ ജഡ്ജ്മെൻറ്റുകൾ എടുത്ത് നോക്കുക. ഉണ്ണികൃഷ്ണൻ കേസ്, സെൻറ്റ് സേവിയേഴ്സ് കേസ്, ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് സുനിൽ പോകണ്ട, ചുമ്മാ സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. നോൺ മൈനോറിറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, മെജോറിറ്റി ഉപയോഗിക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കളികൾ. ഇപ്പോൾ ഇത് നോക്കൂ, ഹിന്ദു ഐക്യവേദി എന്നുള്ള പേര് നോക്കൂ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഹിന്ദുക്കൾക്ക് ഐക്യമില്ല, അതിനുള്ള ഒരു വേദി, ഐക്യപ്പെടുത്താനുള്ള വേദി എന്നൊരർത്ഥം. ഹിന്ദുവേദി എന്ന് മതിയായിരുന്നല്ലേ? ഹിന്ദുവേദി എന്ന് മതി.
ഈ എന്താ ന്യൂറോ ലാംഗ്വേജ് പ്രോസസ്സോ അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ പേരുകളൊക്കെ. ഐക്യമില്ല എന്നുള്ളൊരു സമ്മതം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഹിന്ദു വേദി എന്ന് പേരിടും. അത് ഇതൊക്കെ നമ്മൾ ഈ നമ്മുടെ മുസ്ലിങ്ങൾ ചെയ്തപ്പോൾ നോക്കും, മുസ്ലിം ഏകോപന മുന്നണി. ഐക്യമല്ല, ഏകോപനം, കോർഡിനേഷനാണ്. ഐക്യം അവിടെ ഉണ്ട്, പക്ഷേ ഐക്യം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് നേതാവാകാൻ തുടങ്ങിയാൽ കോർഡിനേഷൻ. മുസ്ലിം ഏകോപനം മുന്നണി. ടി ഞാൻ ഈ പക്ഷേ ഈ ഐക്യം പലരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ആൾക്കാരിങ്ങനെ ഇത്രയൊന്നും ആലോചിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ബട്ട് ആത്യന്തികമായിട്ട് ഇതിൻ്റെ മെസ്സേജ് പോകുന്നത് ഈ നരവംശ ശാസ്ത്രജ്ഞന്മാർക്കും സോഷ്യോളജിസ്റ്റുകൾക്കും അവരോട് ചോദിച്ചാൽ അവർ പറയും ഇവരുടെ മുദ്രാവാക്യത്തിൽ ഇന്ന ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ക്ലിക്കാവാത്തത്, മുദ്രാവാക്യത്തിൽ മറ്റത് ഇല്ലാത്തത് കൊണ്ടാണ് ക്ലിക്കാവാത്തത്. അപ്പോൾ ആ വാക്കും കൂടെ ചേർക്കും. അതുകൊണ്ട് രാജ്യം മൊത്തം ഒക്കെയുള്ളൊരു മുദ്രാവാക്യം വളരെ ആലോചിച്ച് പിടിച്ചു വേണം തയ്യാറാക്കാൻ. ഇത് ഇൻഹറൻ്റ്ലി വന്നുകൊണ്ടിരുന്ന നേതാക്കളുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, ഇവർക്കൊക്കെ ഈ ഒരു വാക്ക് അവരുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ഡയമെൻഷൻ അവർക്ക് ഓർമ്മ വരും. ഈ വാക്ക് ശരിയാവില്ല, വേറൊരു വാക്ക് വയ്ക്കുക എന്ന് പറയും. ഇതാണ് ഈ ബുദ്ധിമാന്മാരായ ജഡ്ജിമാർ മെജോറിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് നോൺ മൈനോറിറ്റി എന്നാക്കാൻ കാര്യം. ടി ജി, ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമേ, അതായത് ഈ ബംഗ്ലാദേശിൽ നായരും ഈഴവനും പുലയനും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ കേരളത്തിലെ ഈ ജാതികളുടെ പേരിലുള്ള ഹൈന്ദവ സംഘടനകൾ ബംഗ്ലാദേശിനെ കുറിച്ചൊന്നും മിണ്ടാത്തത്? അതങ്ങനെയല്ല. ഈ നേരത്തെ മുതൽ അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. ഈ NSS, SNDP ഉണ്ടാക്കിയ ആ കാലത്തെ അവരുടെ പർപ്പസ് ആലോചിച്ച് നോക്കുക. ലിമിറ്റഡ് പർപ്പസാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നായരുടെ കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ബംഗ്ലാദേശിൽ ഹിന്ദു മരിച്ചു അതുകൊണ്ട് ഞാനിവിടെ, അങ്ങനെ ഒരു പർപ്പസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. കാലം മാറിയില്ലേ? കാലം മാറിയെങ്കിലും സംഘടനകളുടെ സ്വഭാവം മാറുന്നില്ല. സംഘടന ഒരു ചാനൽ ഇങ്ങനെ ഉഴുതു വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ആ ട്രാക്ക് മാറ്റണമെങ്കിൽ അസാമാന്യ ധീക്ഷണാശാലികൾ വേണം. ലീഡർഷിപ്പ് അവർക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ വീര സാവർക്കറെ കൊണ്ടുവന്നാണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൻ്റെ സിൽവർ ജൂബിലി നടത്തി. 50 വർഷം ഞാനവിടെ പഠിച്ച ആളാണ്. എൻ്റെ കോളേജ് സാവർക്കറെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ സാവർക്കർ കേരളത്തിൽ ഷൂ നക്കി എന്ന് പറയും. മന്നത്ത് പത്മനാഭൻ NSS കോളേജിൻ്റെ NSS കോളേജല്ല, NSS ഹിന്ദു കോളേജ്. NSS ഹിന്ദു കോളേജ് അതിൻ്റെ പേര്. അത് ഇപ്പോഴും അങ്ങനെ പേര് മാറ്റാതെ എഴുതി വെച്ചിട്ടുണ്ട്, സിമെൻറ്റിൽ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിഷണറീസ് ആയിട്ടുള്ള നേതാക്കന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SNDPയുടെയോ NSSൻ്റെയോ തലപ്പത്തുള്ളവർക്ക് കാഴ്ചയോ കാഴ്ചപ്പാടോ ഇല്ല എന്നൊരു ആരോപണമല്ല ഞാൻ പറയുന്നത്. അവർ ചിന്തിക്കുന്ന ഒരു തലം വേറെയാണ്. അതുകൊണ്ട് ഇത് അവരെ ബാധിക്കുന്നില്ല. അതവരുടെ കുറ്റമോ കുറവോ ഒന്നുമല്ല. ദേ ആർ ഇൻ എ ഡിഫറെൻറ്റ് ഫീൽഡ്. അറ്റ്ലീസ്റ്റ് ദേ കൺസിഡർ വി ആർ ഇൻ എ ഡിഫറെൻറ്റ് ഫീൽഡ്. വൈ ഷുഡ് ബി അൺനെസസറി ഇത് ഉണ്ടാകും. ഹിന്ദു എന്നൊരു ബോധം ഇവർക്കൊക്കെ ഉണ്ടാവണ്ടേ? അല്ല, ഉണ്ടാവണം. ഇതിന് വേറൊരു തടസ്സവും കൂടെ ഉണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചെന്ന് വെച്ചു. ആ പ്രസ്താവനയിൽ ഒരു കുത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വരും, അല്ലെങ്കിൽ വായിച്ചെടുക്കും. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു പീഡിപ്പിക്കപ്പെടുന്നത് ആരുടെ കൈക്കാണ്? മുസ്ലിമിൻ്റെ കൈക്ക്. അതെ, അതിനെന്താ കുഴപ്പം? അപ്പോൾ ഇവിടുത്തെ മുസ്ലിമിന് ഡിസ്റ്റൻ്റ് ആണെങ്കിലും ഒരു കണക്ഷൻ വരുന്നില്ല അതിനകത്ത്. വരുന്നുണ്ട് എന്ന് വായിച്ചെടുക്കും. അതാണ് മാധ്യമങ്ങളും ചെയ്യുന്നത്. ഈ ചങ്ങനാശ്ശേരിയിലെ ഒരു നായർക്ക് ബംഗ്ലാദേശിലെ ഒരു നായരോ അതെന്ത് ജാതിയാണെന്ന് ആർക്കറിയാം, നമുക്കറിയില്ല. അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമോ? അവരെ ഉപദ്രവിക്കുന്നത് ആരാ? മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ കാറ്റഗറിയിൽ ഇവിടെ ആൾക്കാരില്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഒരു ഈ കാരംസിൽ അടിക്കുന്ന പോലെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് ഇവിടെ കൊള്ളും എന്നുള്ള ഭയം. ഇത് കൊള്ളിക്കാൻ ആളുമുണ്ട്. അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രസ്താവന നിരുപദ്രവമാണ് എന്ന് നമുക്ക് തോന്നും. ആദ്യത്തെ 1-2 ദിവസം അത് നിരുപദ്രവമായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും. ബട്ട് ഇതിനകത്ത് വേറൊരു സാധനം വായിച്ചെടുക്കാൻ ആൾക്കാരുണ്ടാവും. വായിച്ചെടുത്താൽ എന്താ? വായിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം
സുകുമാരൻ നായർ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇവിടെയുള്ള ടി ജി സ്ഥിരം ചോദിക്കുന്ന പോലെ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ അമ്മാവൻ്റെ മക്കളൊന്നും അല്ലല്ലോ ഗസയിലുള്ളത്. എന്നിട്ടും അവർ ബഹളം വെക്കുന്നുണ്ട്. അവർക്കാകാമല്ലോ. അവർക്കാകാം, അപ്പോൾ നമുക്കായിക്കൂടെ? അല്ല, ഈ ചോദ്യം ചോദിച്ച് വഴക്കുണ്ടാക്കാൻ NSSO SNDP പുലൈ മഹാസഭയോ യോഗക്ഷേമ സഭയോ തയ്യാറല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാറുന്ന സമയമായി. ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ചോദ്യം ചോദിക്കാം. ആന ടി ജി പറഞ്ഞതുപോലെ മുറിക്കുള്ളിൽ വന്ന് നിൽക്കുകയാണ്. അല്ല, ആന മുറിക്കുള്ളിൽ വന്ന് നിന്നാൽ പോലും നിങ്ങളുടെ മനസ്സ് വേറൊരു രീതിയിലാണെങ്കിൽ ആനയുടെ ചവിട്ട് കൊണ്ട് ചാകുകയുള്ളൂ. മുറിക്കുള്ളിൽ വന്ന് നിൽക്കുന്ന ആനയെ തിരിച്ചറിയാത്ത ധാരാളം പേരുണ്ട്. അങ്ങനെയാണ് ലോകത്ത് സിവിലൈസേഷൻസ് തന്നെ ഇല്ലാതെയായിപ്പോയത്. അതെ, മുറിക്കുള്ള അല്ല, അത് കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഞാൻ ടി ജിയോട് ചോദിക്കുന്നത്, ഞാൻ പറയുമ്പോഴേ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളിന് ഈ വക ഏടാകൂടത്തിനൊക്കെ പോകണോ? കാരണം അവരെന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കും. അപ്പോൾ അതിൽ ഒരല്പം പ്രകോപനം ഉണ്ടാവും. അതിന് മറുപടി പറ എന്നുള്ള സ്ഥിതി വരും. അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഏതായാലും ചേട്ടൻ അത് പറഞ്ഞു, അപ്പോൾ അവൻ പറഞ്ഞു കണ്ടില്ല, നമ്മളെ കൊള്ളിച്ചല്ലേ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ ചേട്ടൻ മിണ്ടാതിരിക്കുന്നത് എന്താ? ചേട്ടൻ വീണ്ടും മിണ്ടണം. ഇങ്ങനെ ഇത് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള സംശയം. അല്ല, അതെ, ഞാൻ പറയട്ടെ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എങ്ങനെയായാലും എനിക്കെന്താ എന്നുള്ള ചിന്തയൊന്നും വെള്ളാപ്പള്ളിക്കോ സുകുമാരൻ നായർക്കോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പലപ്പോഴും ഇതുപോലത്തെ ഈ ഉടക്കിൽ ചെന്ന് പെടാനുള്ള ഒരു സംഘടനയെ കൊണ്ട് ഉടക്കിൽ ചാടിക്കാൻ വളരെ എളുപ്പം സാധിക്കും. പിന്നെ അത് ഇത് ഊരാനാണ് പ്രയാസം. പല രീതിയിലുള്ള വിവാദങ്ങളുണ്ടാവും. അത് വേണ്ട. ഏതായാലും ബംഗ്ലാദേശിൻ്റെ കാര്യം ഭാരതം നോക്കിക്കോളും. അങ്ങനെയും ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശിൽ നോക്കൂ സുനിൽ, ഭാരതത്തിന് പട്ടാളത്തെ അയച്ച് ബംഗ്ലാദേശിൽ പിടിച്ചെടുക്കാൻ പറ്റുമോ? പഴയ കാലമില്ല, ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ഇറങ്ങിയാൽ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങും, ചൈന ഇറങ്ങും. ബംഗ്ലാദേശിൽ താല്പര്യമുള്ളത് അവിടെ ഒരു ബേസ് സംഗതി കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമില്ല. അപ്പോൾ നേരെ പോയി ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഹിന്ദുക്കളെല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വാ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ഒന്ന്, ബംഗ്ലാദേശിലെ ഇപ്പോൾ ഇരിക്കുന്ന ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ പോലും മുഹമ്മദ് യൂനിസാൻ്റെ തലപ്പത്തിരിക്കുന്നു. ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുത്തതല്ല, പട്ടാള അട്ടിമറിയിലൂടെയാണ്. പ്രധാനമന്ത്രിയല്ല, ചീഫ് അഡ്വൈസറാ. അല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി ആയില്ല, അങ്ങനെ സ്ഥാനം കൊടുത്തല്ലോ. അഡ്വൈസറുടെ സ്ഥാനം മാറി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സംഗതി. എന്തുവായിക്കോ. എന്നിട്ട് അദ്ദേഹം ജനാധിപത്യത്തെ പറ്റി പ്രസംഗിക്കുകയും ചെയ്യും. ഈ മൂപ്പില വന്നിരിക്കുന്നത് മറ്റേ ആളെ തല്ലി ഓടിച്ചിട്ട് പുറകെ കൂടെ വന്നതാണ്. പക്ഷേ പുള്ളി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തത്. മറ്റത് ഷെയ്ഖ് ഹസീന ഏകാധിപതി. അവർ വോട്ട് കൊണ്ട് വന്നു, അതുകൊണ്ട് അവർ ഏകാധിപതി. വോട്ടില്ലാതെ പട്ടാളം വഴി അധികാരത്തിൽ വന്ന ആൾ പരമയോഗ്യൻ. നോബൽ സമ്മാനത്തിൻ്റെ സമാധാന സമ്മാനം കിട്ടിയ ആൾ. ഏറ്റവും വിചിത്രമായി തോന്നിയത്, എങ്ങനെയൊരു കേസുണ്ടായിരുന്നു, കോടതി ഉടനെ ആ കേസും ശിക്ഷയൊക്കെ പിൻവലിച്ചു. അല്ല, അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ നമുക്ക് ഈ അഭയാർത്ഥികളെ ഇങ്ങോട്ട് വിടുക, ഹിന്ദുക്കൾക്ക് ഞങ്ങൾ വാതിൽ തുറന്നു തരാം എന്ന് പറഞ്ഞാൽ ഈ വരുന്നത് മുഴുവൻ ഹിന്ദുക്കളായിരിക്കും. ഹിന്ദുക്കളെക്കാൾ വേഗത്തിൽ മുസ്ലിങ്ങൾ വരും ഈ വാതിൽക്കൽ കൂടെ. എങ്ങനെ തടയാൻ പറ്റും? അവരെ എങ്ങനെ തിരിച്ചറിയും? മാത്രമല്ല, തടയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ വലിയ നിലവിളിയാകും. അവന് അഭയാർത്ഥിയാണ്, മുസ്ലിം ആയതുകൊണ്ട് അവനെ എടുക്കാത്തത് എന്തുകൊണ്ടാണ്, അവൻ ജീവിക്കാൻ വേണ്ടി ഓടി വരുന്നതാണെന്ന്. അവന് വേണ്ടി കരയാൻ ഒരുപാട് ആൾ ഇവിടെ നിർത്തിയാണ്. ഇവന് വേണ്ടിയിട്ടാണ് കരയാൻ ആളില്ലാത്തത്. അപ്പോൾ അവനെയും ഇവനെയും വേർതിരിക്കാൻ വലിയ പ്രയാസം. അല്ല, ഇന്നലെ ഒരു വലിയൊരു തമാശ ഷോ കണ്ടു. മലയാളത്തിലെ രണ്ടാമത്തെ വലിയ ചാനലിലാണ് ഒരു ചർച്ചയ്ക്കിടയിൽ ചർച്ചയുടെ അവസാന ഭാഗം ഞാൻ കണ്ടുള്ളൂ, തുടക്കം കണ്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. പക്ഷേ അവസാനമാണല്ലോ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷനിൽ എനിക്ക് തോന്നിയത് ഒരു മേനോൻ എന്ന വാലുള്ള ഒരു സ്ത്രീ, പേര് ഞാൻ മറന്നുപോയി, അവരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത്, ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ സംഭവങ്ങളെയൊക്കെ, ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ് എന്ന ടോണിൽ ഈ ഹിന്ദു നരഹത്യ എന്നുള്ള ഒരു നറേറ്റീവാണ് എന്ന് സ്ഥാപിച്ച് അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബംഗ്ലാദേശ് വിഷയത്തിലുള്ള ആദ്യത്തെ ചർച്ചയുമായിരുന്നു അത്. ഞാൻ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ചർച്ചയും ഞാൻ കണ്ടില്ല. പക്ഷേ സുനിൽ ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പനൊരു ജ്യോത്സ്യനായിരുന്നു. അതിൻ്റെ ചെറിയ ഇത് എനിക്കുമുണ്ട്. ആ ജ്യോത്സ്യം വെച്ച് ഞാൻ പറയാം, ഈ ചാനൽ ഏഷ്യാനെറ്റ് അല്ലേ? അല്ലേ? അതെ, രണ്ടാമത്തെ വലിയ ചാനൽ. കാരണം ഞാനിപ്പോൾ ഇത് പറയുന്നത്, ഏഷ്യാനെറ്റിന് ഇത് ചെയ്യാം, റിപ്പോർട്ടർ ചാനലിന് ഇത് ചെയ്യാം, 24 ന്യൂസിന് ഇത് ചെയ്യാം,
കൈരളിക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിൽ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേര് ഏഷ്യാനെറ്റ് എന്നാണ്. അങ്ങനെയായി അതാണ് ജോസ്. ഇന്നറൻ്റ്ലി ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ഇന്നാരല്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നു. എന്തൊരു വലിയ കഷ്ടമാണല്ലേ. മലയാളത്തിലെ ഏറ്റവും വലിയ ചാനലായിരുന്നു. അല്ല, മറ്റേ പുള്ളി വലിയ നേതാവുമല്ലേ. അതെ, ആ ചാനലിൻ്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചിരുന്ന മന്ത്രിയായനെ, മന്ത്രിയായതിനെ രാജ്യം മുഴുവൻ ഭരിക്കേണ്ട ആളാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം തെരഞ്ഞെടുപ്പ് തോറ്റെങ്കിലും അദ്ദേഹം വലിയ ആൾ തന്നെയാണ്. അതെ അതെ പാർട്ടിയിൽ. അല്ല, ഏഷ്യാനെറ്റും വലിയ ചാനലാണ്. നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ സംഭാവനയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ വളരെ പെട്ടെന്ന് 2ാം സ്ഥാനത്തേക്ക് പോയി. അല്ല, ഇപ്പം ബാർക്ക് റേറ്റിംഗ് അങ്ങോട്ട് അല്ല, ഒരിക്കലും പോയിട്ടില്ല ഏഷ്യാനെറ്റ്, ഫസ്റ്റ് ടൈം. ആയിക്കോട്ടെ, അതിപ്പോൾ അതിൻ്റെ കാരണങ്ങളൊന്നും എനിക്കറിയാം. ഞാൻ ആ റേറ്റിംഗും നോക്കാറില്ല. അല്ല, ആളുകളുടെ ഒരു ടി ജി പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിനെ ആളുകൾ സംശയിക്കുന്നുണ്ട്. അതൊരു മീഡിയയ്ക്ക് നല്ലതല്ല എന്ന് ഞാനത് ആ രീതിയിലേക്ക് ഞാൻ ചിന്തിക്കുകയോ അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ, അത് അവരല്ലേ ചോദിക്കുന്നത്. ആളുകൾ സംശയിക്കേണ്ടി വരുന്ന ഒരു നല്ല പ്രവണതയല്ല. അല്ല, അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ല, അവർ കറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. നമുക്കതിലൊന്നും ചെയ്യാം. എന്താണെന്ന് അവർ പരിശോധിക്കട്ടെ. ഇല്ല, പരിശോധിക്കട്ടെ എന്ന് പോലും ഞാൻ പറയുന്നില്ല. ഞാനല്ല അവർ പരിശോധിക്കട്ടെ എന്ന് പറയാൻ. അത് അവരവരുടെ എനിക്ക് ഏഷ്യാനെറ്റ് ഇഷ്ടം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അതൊരു പ്രൈവറ്റ് ചാനലാണ്. മനസ്സിലായി? അവരെന്ത് പറയണം, ഏത് വാർത്ത കൊടുക്കണം, ഏത് നരേറ്റീവ് ഓടിക്കണം ഒക്കെ തീരുമാനിക്കുന്ന അവരാണ്. നമുക്ക് ഒരു അവകാശവുമില്ല. നമുക്ക് ആഗ്രഹിച്ചൂടെ? ആഗ്രഹിച്ചോ? അത് പഴയ പോലെ ഞാൻ ഇതുകൊണ്ട് വേണ്ടാത്ത ആഗ്രഹമൊന്നും കൊണ്ട് നടക്കാറില്ല. കാരണം എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജ്യോത്സ്യം പറഞ്ഞത് ഏഷ്യാനെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ടി ജി ഇങ്ങനെ ഈ ജ്യോത്സ്യം പറയാൻ ബംഗ്ലാദേശിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയാൻ പോകാന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ഈ ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെറിയൊരു ഹിൻറ്റ് എനിക്കിന്ന് കിട്ടി. അത് വിനോയ് ജോണിൻ്റെ ഒരു ട്വീറ്റാണ്. എക്സിൽ വിനോയ് ജോൺ ഒരു പത്രത്തിൻ്റെ കട്ടിങ് ഇട്ടിരിക്കുന്നു, എന്തോ ഒരു ലേഖനം. ഇവിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിലെ ബഹളവും സംഗതിയൊക്കെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ദോഷമായിട്ട് വരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ലേഖനമോ വാർത്ത. തീരെ ചെറുതായതുകൊണ്ട് പിന്നെ അത് സൂം ചെയ്ത് വായിക്കാനൊന്നും ഞാൻ പോയില്ല. സംഭവം എനിക്ക് മനസ്സിലായി. വിച്ച് ഈസ് ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ബംഗ്ലാദേശ്. ഒരു ആൻറ്റി ഹിന്ദു നരേറ്റീവാണ് സാധനം. ഇവിടെ നിങ്ങൾ ബഹളം വെച്ചാൽ അവിടെ കൂടുതൽ നിങ്ങളുടെ ആൾക്കാർക്ക് തല്ല് കിട്ടും. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ തല്ല് 2 എണ്ണം കുറവായിരിക്കും. 10 എണ്ണം കിട്ടുന്നിടത്ത് 8 എണ്ണമായിട്ട് കുറയും. ഇതാണ് അതിനകത്ത് മെസ്സേജ്. അപ്പോൾ ഈ സുനിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വിനിമയ ലിങ്കാണ് ഓർമ്മ വന്നത്. അപ്പോൾ അല്ലാതെ എനിക്ക് യാതൊരു ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തുന്നത് രക്ഷാപ്രവർത്തനമാണ്. പിന്നെ അതിപ്പോഴാണ് എത്ര നാളായിട്ട് നടത്തുന്നത്. ഞാൻ മലയാള മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് മാത്രമല്ല, മലയാള മാധ്യമങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഞാൻ പറയാം, ഈ ജനം ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാവരും ഏറിയും കുറഞ്ഞും ഇത് നടത്തുന്നു. ചിലർക്ക് ഇച്ചിരി കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. ബട്ട് സർപ്രൈസിംഗ്ലി എൻ്റെ ഒബ്സർവേഷൻ, റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ഈ നരേറ്റീവ് നടത്തുമ്പോൾ പോലും വേറെ ചില കാര്യങ്ങളും കൂടെ, ഒരു ആൻറ്റി പിണറായി വാർത്തകൾ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ട് നികേഷ് പോയതിൻ്റെ അറിയാനുണ്ടോ? നികേഷ് പോയതിൻ്റെ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അവരുടെ ചാനലിൻ്റെ ഒരു ഷിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം നികേഷ് അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. യു മെ നോട്ട് ലൈക്ക് നികേഷ്, ബട്ട് നികേഷിന് പ്രാഥമിക ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പത്രപ്രവർത്തകനാണ് നികേഷ് കുമാർ. എനിക്ക് വാർത്തകളെ പുള്ളി ഇത് ചെയ്യുക, മാനിപ്പുലേറ്റ് അങ്ങനെ ചെയ്യില്ല. വാർത്തകളെ പറ്റിയുള്ള അഭിപ്രായം അസാമാന്യ ഫോഴ്സോടുകൂടി അങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ വാർത്തയായിട്ട് തന്നെ കാണിക്കും. അതുകൊണ്ട് നികേഷ് പോയി, അതുകൊണ്ട് ഈ വാർത്ത ഒന്നും ഞാൻ കരുതുന്നില്ല. ബട്ട് പൊതുവെ ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്ന പിണറായി ഗവൺമെൻറ്, ബട്ട് ഇഷ്യൂസ് അവർ സെക്യുലർ ഇഷ്യൂസാണ് എടുക്കുന്നത്. ചിലരുടെ പൈസ കിട്ടിയില്ല, ചില പെൻഷൻ തടഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള അത് ജെന്യുവൻ ഇഷ്യൂസാണ് താനും. അങ്ങനൊരു ബാലൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ ചാനലുകളെ കുറിച്ച് പറയുമ്പോൾ വേറെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിൽ നിന്ന് വഴിമാറിയെങ്കിലും. പക്ഷേ ന്യൂസ് 18 താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നൊരു ചാനലാണ്. വ്യൂവർഷിപ്പ് കുറവാണ്, അധികം പേര് കാണുന്നില്ല. എന്നാലും ന്യൂസ് 18 അത് അവർ തുടക്കത്തിൽ ക്രെഡിബിലിറ്റി കളഞ്ഞു വിളിച്ചു.
വലിയൊരു ഇടതുപക്ഷ ചാനലായിട്ട് മാറി. കുറേ കാലം അതങ്ങനെ ഓടി. അത് നഷ്ടത്തിലായി. അത് ഡൽഹി ബ്യൂറോ ക്ലോസ് ചെയ്ത് ആ കൂടെ പ്രശ്നത്തിലായി. അംബാനിയുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള കാശ് നിങ്ങൾ ഉണ്ടാക്കി തരാനല്ലേ, ഞാൻ കാശ് തന്നുകൊണ്ട് നിങ്ങൾ ചാനൽ നന്നാക്കാനല്ല. യു ഡു വാട്ട് എവർ യു വാണ്ട്, ബട്ട് യു ബി സെൽഫ് സഫിഷ്യൻറ്റ്. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ട് ഇതൊന്നും യാഥാർത്ഥ്യമൊന്നും എനിക്കറിയില്ല. എനിവേ അങ്ങനെയാണ്. അതിരിക്കട്ടെ. നമ്മൾ കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ പോയിൻറ്റ്, ബംഗ്ലാദേശ് ഹിന്ദുവിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു രക്ഷകനില്ല. രക്ഷിക്കാൻ അല്പം പ്രയാസമാണ് താൻ. ഇതാണ് അവസ്ഥ. വലിയ സങ്കടകരമായ കാര്യമാണ്. സങ്കടകരമായ കാര്യമാണ്. വലിയ സങ്കടമാണ്. ഹിന്ദുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഭാരതം നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഹിന്ദുവിനാണ് ലോകത്ത് പോകാൻ ഇടമില്ലാത്ത ഏക ജനത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.